ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഏറ്റവും നല്ലൊരു ദിവസം നിനക്കിന്നുണ്ടായിരിക്കട്ടെ. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനം: ആരും വിളക്ക് കൊളുത്തി പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിനടിയിൽ വയ്ക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ അത് പീഠത്തിന്മേൽ വയ്ക്കുന്നു. ഒരു വിളക്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഈശോ പറയാം. വിളക്ക് എന്ന് പറയുന്നത് ഒളിച്ചു വയ്ക്കാനുള്ളതല്ല, മറിച്ച് അടുത്തു വരുന്നവർക്കെല്ലാം, അവിടെ ആയിരിക്കുന്നവർക്കെല്ലാം പ്രകാശം കിട്ടാൻ വേണ്ടിയുള്ളതാണ്. എവിടെയെങ്കിലും കത്തിയാൽ പോരാ, മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടത്തക്ക രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കണം എന്നുള്ളതാണ്. നീയാവുന്ന വിളക്ക് പീഠത്തിന്മേൽ ജ്വലിക്കാനുള്ളതാണ്. ചുറ്റുമുള്ളവർക്കൊക്കെ സ്നേഹം പരത്തുന്ന, ചുറ്റുമുള്ളവരിലേക്ക് കാരുണ്യം പൊഴിക്കുന്ന ഒരു വിളക്ക്. അത് നല്ല ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുക. നീ വെറുതെ കത്തിയെറിഞ്ഞാൽ പോരാ. ഒരു ക്രിസ്ത്യാനിയാണെന്നുള്ള രീതിയിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്ന രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിപ്പോയപ്പോൾ അത് പോരാ. നിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുവാനുള്ള, മറ്റുള്ളവർക്ക് തണൽ കൊടുക്കുവാനുള്ള, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാനുള്ള, അത് നീ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ്. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളെന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോ, നിന്റെ നിറ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുക. ഈശോ, എല്ലാവരും നിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടും. നീയാകുന്ന പ്രകാശത്തിന് പ്രകാശം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. സർവ്വവിധ നന്മകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.